ദ ജേർണലിസ്റ്റിലേക്ക് ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇസ്രായേലിൽ നിന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുറത്തു വന്നത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വീണ്ടും കനത്ത വ്യോമാക്രമണം നടത്തി. ഏതാണ്ട് 88-ലധികം പേർ ലെബനനിൽ മാത്രം കൊല്ലപ്പെട്ടു കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. 20-ലധികം പേർ ഗസയിലും കൊല്ലപ്പെട്ടു. അതായത് ഇസ്രായേൽ ഒരേ സമയം ഗസയിലും ലെബനനിലും ആക്രമണങ്ങൾ ശക്തമാക്കുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒരുപോലെ ടാർഗറ്റ് ചെയ്ത് ഇറാനെ നിർവീര്യമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന പദ്ധതിയാണ് ഇസ്രായേലിനുള്ളത് എന്ന നിലയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതോടൊപ്പം ഏത് നിമിഷവും ലെബനനിലേക്ക് ഗസ മോഡലിൽ ഒരു കരയുദ്ധം നടത്തുമെന്നും ലെബനന്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത് അതൊരു ക്രൈസ്തവ രാഷ്ട്രമാക്കി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കീഴിലുള്ള ഒരു രാഷ്ട്രമാക്കി ഒരു സോണാക്കി അതിനെ തിരിക്കുമെന്നും ഉള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ കടുത്ത നിലപാടുകളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിന് ശക്തമായി തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ ഹിസ്ബുള്ളയും പിന്നോട്ട് പോകുന്നില്ല. ചരിത്രത്തിലാദ്യമായി അല്ലെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൻ്റെ ഈ സമീപകാല ചരിത്രത്തിലാദ്യമായി ഒരു വലിയ കർമ്മ പദ്ധതിയുമായി ഹിസ്ബുള്ള രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ ഓപ്പൺ അക്കൗണ്ട് എന്ന് പേരിട്ടിട്ടുള്ള ഒരു നിർണായകമായ യുദ്ധ മുറയിലേക്ക് അല്ലെങ്കിൽ യുദ്ധ നീക്കത്തിലേക്ക് ഹിസ്ബുള്ള കടന്നിരിക്കുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇസ്രായേലിൻ്റെ സകല സൈനിക കേന്ദ്രങ്ങളെയും തകർക്കുക, ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറുന്ന വിധത്തിലേക്കുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിക്കുക, അതോടൊപ്പം ഇസ്രായേലിൻ്റെ ഏറ്റവും അകത്തുള്ള അതായത് ഇസ്രായേൽ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിപ്പോരുന്ന ഏറ്റവും ഉള്ളിലുള്ള സൈനിക കേന്ദ്രങ്ങൾ വരെ തെരഞ്ഞുപിടിച്ച് ആക്രമണത്തിനിരയാക്കുക തുടങ്ങിയ കടുത്ത യുദ്ധതന്ത്രങ്ങളാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും പുതിയ നീക്കത്തിൽ ഉള്ളത് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. അതായത് ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ഒരു ആക്രമണ ശൈലി എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ കണ്ടെത്തുന്നു, അത് ലിസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ലിസ്റ്റ് പുറത്തുവിടുന്നു, അതിൻ്റെ സമീപ മേഖലയിലുള്ള ജനങ്ങളോട് പലായനം ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഇതുവരെ ഏതാണ്ട് 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ വരുന്ന ജനങ്ങൾ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് സമീപത്തു നിന്ന് വീടുകളും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് വളരെയധികം ദൂരത്തേക്ക് ജീവനും കൊണ്ട് പലായനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ ലിസ്റ്റ് പുറത്തുവിട്ടതിന് ശേഷം പൊടുന്നനെ വ്യോമാക്രമണം ഇവിടങ്ങളിലേക്കെല്ലാം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ ലെബനനിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധരീതി. അങ്ങനെ ഹിസ്ബുള്ളയുടെ കമാൻഡിംഗ് സെന്ററുകൾ അല്ലെങ്കിൽ കമാൻഡർമാർ ഇരിക്കുന്ന സ്ഥലം, ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നവരുള്ള സ്ഥലം, ഇതൊക്കെ ഒറ്റയടിക്ക് തീർക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ആക്രമണത്തിനിരയാക്കുമ്പോൾ സ്വാഭാവികമായും ഹിസ്ബുള്ളയുടെ പ്രതിരോധ ശേഷി, പ്രത്യാക്രമണ ശേഷി വല്ലാതെ കുറയുമെന്നും അതുവഴി തങ്ങൾക്ക് വേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നുമൊക്കെ ആയിരിക്കും ഇസ്രായേൽ കരുതുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ പ്രയോഗിക്കുന്ന അതേ യുദ്ധതന്ത്രം കൂടുതൽ ശക്തമായ രീതിയിൽ മറ്റൊരു വിധത്തിൽ ഹിസ്ബുള്ള തിരിച്ച് ഇസ്രായേലിന് നേരെ തന്നെ പ്രയോഗിക്കുകയാണ്. അതായത് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന പ്രധാനപ്പെട്ട സെന്ററുകൾ, ആ മേഖലകളിലേക്ക് അതേ രീതിയിൽ തന്നെ ഒരേ സമയം കടുത്ത ആക്രമണങ്ങൾ നടത്തുക. കഴിഞ്ഞ രാത്രി പുറത്തു വന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് ഏതാണ്ട് 60 കിലോമീറ്ററോളം നീളുന്ന വിധത്തിൽ ഒരാക്രമണം ഹിസ്ബുള്ള നടത്തി. ഫാദി 1, ഫാദി 2 മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഇപ്പോൾ നിരന്തരമായി ആക്രമണം നടത്തുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് 1 ലക്ഷത്തിലധികം പ്രൊഫഷണലായ ട്രെയിൻഡായ 1 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു സേനയാണ് ഹിസ്ബുള്ള. ഈ 1 ലക്ഷം എന്ന് പറയുന്നത് 2016-ലും 2018-ലും പുറത്തു വന്ന ഔദ്യോഗിക കണക്കാണ്. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഔദ്യോഗികമായി എത്ര എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരമില്ല. പക്ഷെ അത് വർദ്ധിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻസ് കണ്ടാൽ അറിയാം. അതുപോലെ തന്നെ 25,000-ലധികം മിസൈലുകളുടെ വലിയ ശേഖരം ഹിസ്ബുള്ളയുടെ കയ്യിൽ ഉണ്ട് എന്ന് ഏതാണ്ട് ഈ 2018-20 കാലഘട്ടങ്ങളിലൊക്കെ വന്ന കണക്കുകളിലുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ ഇപ്പോൾ കൂടുതലായി ഹിസ്ബുള്ളയെ സഹായിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ പക്കലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് ആക്രമിക്കാൻ കഴിയുന്ന ശേഷി എന്നത് വളരെ വളരെ കൂടുതലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വലിയ തോതിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തുമ്പോൾ തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളും ശേഷിയും ഹിസ്ബുള്ളയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സുരക്ഷിത മേഖല എന്ന് ഇസ്രായേൽ കരുതുന്ന സൈനിക മേഖലകളിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ റോഡുകളിലും നഗരങ്ങളിലും സ്ഫോടനങ്ങൾ നടക്കുന്ന ദൃശ്യങ്ങൾ ഈ ഓപ്പറേഷൻ
ഓപ്പൺ അക്കൗണ്ടിൻ്റെ ഭാഗമായി ഹിസ്ബുള്ള തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ റോഡുകൾ, നഗരങ്ങൾ, പ്രധാനപ്പെട്ട മേഖലകൾ, ഇവിടങ്ങളിൽ കെട്ടിടങ്ങൾ തകരുന്നു, റോഡുകൾ തകരുന്നു, വാഹനങ്ങളിൽ നിന്ന് ആളുകൾ ചിതറിയോടുന്നു, ഈ ഓടുന്ന ആളുകൾ പ്രാർത്ഥനകൾ ഉരുവിടുന്നു, രക്ഷിക്കണേ എന്ന് അലറുന്നു. അങ്ങനെ ഇസ്രായേലിലെ നഗരങ്ങളും തെരുവീഥികളും ഒക്കെ കലുഷിതമാണ്, അവിടെയും സംഘർഷങ്ങൾ രൂക്ഷമാണ്, അവിടുത്തെ ജനങ്ങളും ഭയചകിതരാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിൽ വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നിർബാധം തുടരുന്നത് കൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ തിരിച്ചടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഹിസ്ബുള്ളയുടെ കരുത്ത് ചോർന്നു പോകാതെ നിലനിൽക്കുന്നുണ്ട് എന്നും അതിൻ്റെ അനന്തരഫലങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നും ഒക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയ്ക്കും ഹമാസിൻ്റേതുപോലെ തന്നെ വലിയ തുരങ്ക നെറ്റ്വർക്കുകളുണ്ട്. ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇസ്രായേൽ തകർത്തു എന്നത് ശരിയാണ്. കാരണം പേജറുകളും വോക്കി ടോക്കികളും ഒക്കെ തകർത്ത് കളയുന്ന സാഹചര്യം, സ്ഫോടനത്തിലൂടെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഹിസ്ബുള്ളയുടെ തകർന്നു എന്ന് പറയുമ്പോഴും വീണ്ടും ഇസ്രായേലിന് നേരെ നിലയ്ക്കാത്ത ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനുള്ളിലും കൂട്ടപ്പലായനങ്ങൾ ഉണ്ടാകുന്നു. വടക്കൻ ഇസ്രായേലിലേക്ക് ജനങ്ങൾ കാര്യമായി തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പലായനം ചെയ്തു എന്നു തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലും പരിഭ്രാന്തിയിൽ തന്നെയാണ്. ഇസ്രായേലിനുള്ളിലേക്ക് 60 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന മേഖലകളിലേക്കൊക്കെ ഹിസ്ബുള്ള തെരഞ്ഞു പിടിച്ച് ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഈ യുദ്ധം വലിയ തോതിൽ അപകടകരമായി മാറും ഇസ്രായേലിന് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ മെച്ചപ്പെട്ടിരിക്കുകയാണ്. എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേലിൻ്റെ കാര്യക്ഷമമാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴാണ് ഈ പറയുന്ന ഫാദി 1, ഫാദി 2 മിസൈലുകളൊക്കെ ഇസ്രായേലിൻ്റെ 60 കിലോമീറ്റർ ഉള്ളിലുള്ള സൈനിക കേന്ദ്രം വരെ തകർക്കുന്ന വിധത്തിലേക്ക് പാഞ്ഞെത്തുന്നത്. ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും വീഴുന്നുണ്ട് എന്ന് IDF സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ ലെബനനിൽ ആക്രമണങ്ങൾ നടക്കുന്ന അതേപോലെ തന്നെ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലിന് നേരെ. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ശുഭകരമായ ഒരു കാര്യമല്ല. വടക്കൻ ഇസ്രായേലിൽ വലിയ തോതിൽ ആയിരങ്ങളും പതിനായിരങ്ങളും കൂട്ടപ്പലായനം നടത്തുന്ന സാഹചര്യമുണ്ട്. അതും ഇസ്രായേലിന് അത്ര സുഖകരമായ കാര്യമല്ല. അതായത് ഹിസ്ബുള്ളയുടെ പ്രഹരശേഷി തകർക്കുക, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ നിലയ്ക്ക് നിർത്തുക, ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണങ്ങളും ഉണ്ടാകാതിരിക്കുക എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇറാനെ ഭയപ്പെടുത്തി ഒതുക്കുക എന്ന നിലയിലൊക്കെ ഇസ്രായേൽ കൈകാര്യം ചെയ്ത ഈ യുദ്ധം ഇപ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യമാണ്. തിരിച്ചടി ശക്തമാകുന്ന സാഹചര്യമാണ്. ഹൂത്തികളും ഇസ്രായേലിന് നേരെ ഇപ്പോൾ തിരിഞ്ഞ് ബാലിസ്റ്റിക് മിസൈലൊക്കെ അയച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനും ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇസ്രായേലിന് ഒരു തരത്തിലും ഗുണകരമാകുന്നതല്ല ഈ യുദ്ധമെന്ന് ഒരിക്കൽ കൂടി തെളിയുന്ന വിധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണങ്ങൾ മാറുകയാണെന്നതാണ് യാഥാർത്ഥ്യം.